കർമ്മം ശുദ്ധമാവണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മുടെ സാധനകൾ അനുഷ്ഠാനങ്ങൾ ശരിയായ വിധത്തിലാവണമെങ്കിൽ അറിവ് ശരിയായ വിധത്തിലായി വരണം. എന്നാൽ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല അറിയാൻ. യാതൊരുവിധ തെറ്റിദ്ധാരണകളും ഇല്ല. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. അറിവ് വർദ്ധിക്കും തോറും വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ചെയ്യന്തേ ചാസ്യ കർമാണി ദൃഷ്ടയേവാത്മനീശ്വരേ. എത്രമാത്രം നിങ്ങൾക്ക് വ്യക്തത വരുന്നോ സംശയങ്ങൾ അത്ര കണ്ട് ഇല്ലാതെയാവും. സംശയങ്ങളില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് കർമ്മങ്ങളെല്ലാം ക്ലാരിറ്റി വരും. അയാൾക്ക് ഈശ്വരേ ആത്മനി തിഷ്ഠതി, തന്റെ ആത്മാവിൽ ആരെ കാണാൻ പറ്റും? ഈശ്വരനെ കാണാൻ സാധിക്കും. ഇതൊക്കെ വളരെ വ്യക്തമായി ഭാഗവതത്തിൽ പറയുന്നു. ജ്ഞാനനിഷ്ഠയാ. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ജ്ഞാനനിഷ്ഠ വരണം. അപ്പോഴാണ് വിജ്ഞാനം കൈവരിക്കാൻ പറ്റുള്ളൂ. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിലൂടെ വേണം നമ്മുടെ മനസ്സിനെ ഭഗവത് സാന്നിധ്യത്തിലേക്ക് ബുദ്ധി കൊണ്ട് എത്തിക്കാൻ. ഇപ്രകാരം സീതാദേവിയെ രാവണൻ അപഹരിക്കുകയാണ്. എന്താ ഈ രാവണാപഹാരം എന്ന് പറഞ്ഞാൽ? രാവണൻ എന്നാൽ അടക്കാൻ വയ്യാത്ത കാമതൃഷ്ണയുടെ പേരാണ് രാവണൻ. അത് പല തട്ടുകളിലായിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ്. 10 തലകൾ അതാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ മനസ്സിനെ അപഹരിക്കാൻ കാരണം രാമനാകുന്ന അറിവ് നമ്മുടെ കൂടെയില്ലെങ്കിൽ, ബുദ്ധിയാകുന്ന വിവേകം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ രാവണനാകുന്ന തൃഷ്ണകൾക്ക്, രാവണനാകുന്ന മൃഗീയ തൃഷ്ണകൾക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവാൻ, പിടിച്ചു വലിച്ചു കൊണ്ടുപോവാൻ, ബലാത്കാരേണ പിടിച്ചു കൊണ്ടുപോവാൻ സാധിക്കും എന്ന് രാമായണം ഉറപ്പു തരികയാണ്. അപ്പൊ നമ്മളെ അധപ്പതിപ്പിക്കുന്നത് മുഴുവൻ ആരാണ്? നമ്മളാണ്. സീത ലക്ഷ്മണനെ മാറ്റിയതോടുകൂടി സീതയുടെ അധപ്പതനം വന്നു പ്രിയാണ്. ലോകമല്ല നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്. ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് നമ്മൾ രാവണന്റെ കൈകളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുകയാണ്. അപ്പോഴാണ് രാവണൻ നമ്മൾ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്രകാരം സീതാപഹരണം നടന്നു. പിന്നീട് അപ്പോഴേക്കും സീത ഉറക്ക വിളിച്ചു പറഞ്ഞു, കരഞ്ഞുകൊണ്ട്, ഹാ ഹാ രാഘവ രാമ സൗമിത്രേ, ഉറക്ക കരഞ്ഞു. പക്ഷെ ഈ കരച്ചിൽ അവിടെ കേട്ടില്ല. അവിടുത്തെ കരച്ചിൽ ഇവിടെ കേട്ടു. അപ്പോഴേക്കും രാവണൻ വായൊക്കെ പൊത്തി. എന്നാൽ ഈ കരച്ചിൽ കേട്ടു ഒരാള്. ആര്? കൃദ്രരാജാവായ ജടായു ഇത് കേട്ടു. ജടായു ഉടനെ തന്നെ അവിടെ നിന്ന് ചിറകൊക്കെ അടിച്ച് മുകളിലേക്ക് കയറി രാവണന്റെ വിമാനത്തിന് മുമ്പിൽ അല്ലെങ്കിൽ രഥത്തിന് മുമ്പിൽ ചിറകടിച്ചുകൊണ്ട് തടസ്സം സൃഷ്ടിച്ചപ്പോ തന്റെ ആയുധം കൊണ്ട് വീഴ്ത്താൻ ശ്രമിച്ചു. അവിടെയൊക്കെ കഥകൾ കുറെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ആദ്യം രഥത്തെ തകർക്കും, കുതിരകളെയൊക്കെ കൊത്തി വീഴ്ത്തും, വീണ്ടും സീത ഓടും, നിലത്തുകൂടെ ഓടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ബലാത്കാരേണ വീണ്ടും പിടിക്കും, വീണ്ടും ആക്രമിക്കുന്ന സമയത്ത് ആയുധം കൊണ്ട് ചിറകുകൾ രണ്ടും വെട്ടിവീഴ്ത്തും. അങ്ങനെ ജടായുവിനെ വെട്ടിവീഴ്ത്തി ആര്? രാവണൻ. രാവണൻ സീതയെയും കൊണ്ട് പോയി. സീതയ്ക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന്. അത്ര ബലാത്കാരേണ അയാളുടെ കൈകളിൽ പെട്ടുപോയി. എങ്കിലും സീത ഒരു കാര്യം ചെയ്തു. എന്ത്? തന്റെ വളകളും മറ്റു ഊരിയെടുത്ത് സാരിയുടെ ഒരു തുമ്പിൽ കെട്ടിക്കൊണ്ട് താഴോട്ട് വലിച്ചെറിഞ്ഞു. നോക്കുന്ന സമയത്ത് അവിടെ കുറെ വാനരന്മാരെയും കണ്ടു. ഇങ്ങനെ സീത അയോധ്യയിൽ നിന്നും ദണ്ഡകാരണ്യത്തിലും പഞ്ചവടിയിലും, പഞ്ചവടിയിൽ നിന്ന് ലങ്കയിലും എത്തി. ലങ്കയിൽ അശോകവനിയില് ശംശിക വൃക്ഷച്ചുവട്ടിൽ എന്നേക്കുമായി ബന്ധിക്കപ്പെട്ടു. ഇതാണ് രാമായണത്തിലെ ഒരു രംഗം. ശ്രീരാമൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ രാവണൻ ഭൂമിയിൽ വന്നു കഴിഞ്ഞു. രാമനേക്കാളും ഫലം രാവണന് ശക്തിയായിട്ടുണ്ട്. ലങ്കയിലേക്ക് കടക്കാൻ ശ്രീരാമസ്വാമിക്ക് ഒരു പാലത്തിന്റെ ആവശ്യമുണ്ട്. എന്നാൽ രാവണൻ അത്തരത്തിലുള്ള പാലങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ആത്മീയ വിചാരം വരുന്നതിന് മുമ്പേ ഭൗതികങ്ങളായ തൃഷ്ണകൾ ധാരാളമുണ്ട്. അതിന് വളരെ ശക്തിയുണ്ട്. അത്തരത്തിലുള്ള ശക്തികൾ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ മനസ്സാകുന്ന സീതയെ അപഹരിക്കാൻ ശക്തരാണ്. നമ്മളെ ലങ്കയിലേക്ക് എത്തിക്കാൻ ശക്തരാണ്. ലങ്ക എന്നുള്ളത് തിരിച്ചിട്ട് കഴിഞ്ഞാലല്ലോ കാലെന്ന് ശബ്ദത്തിന് അർത്ഥം കിട്ടും. അതായത് ഭോഗതൃഷ്ണകളിൽ വീണുപോയാൽ മരണത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോവുക. കാലം എന്ന് പറഞ്ഞാൽ മരണം എന്നർത്ഥം. അവസാനം ഈ മനസ്സ്
മരണത്തിന്റെ കൈകളിൽപ്പെട്ട് വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം, ഈ ചക്രത്തിലൂടെ അതിന് കടന്നു പോവേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജനനമരണങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ്. ആധ്യാത്മികതയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അമൃതസ്യ പൂരുഷ, മരിച്ചും ജനിച്ചും ഇരിക്കലല്ല ലക്ഷ്യം. അമൃതസ്യ പൂരുഷ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അമൃതത്വത്തെ കൈവരിക്കണം. അമൃതത്വം എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ളൊരു സാധനം, നല്ല അർത്ഥം. മൃതത്തിൽ നിന്നും ഉയരണം, മരണമുള്ള ശരീരത്തിൽ നിന്നും മരണമില്ലാത്ത ഈശ്വര ശക്തിയിലേക്ക്, ചൈതന്യത്തിലേക്ക് ഉയരണം. അത് ഈ ജന്മം ഇവിടെ വെച്ച് നമ്മൾ നേടിയെടുത്താലേ നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. രാവണനിൽ നിന്നും മരണമില്ലാത്ത രാമനിലേക്ക് ഉയരലാണ് ജീവിതത്തിന്റെ ഉദ്ദേശ്യം. ഇത് നമ്മൾ മറന്നു പോകരുത് എന്നതെല്ലാം നമുക്കിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ സീതാദേവിയെ രാവണൻ അപഹരിച്ചു എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യം ഓരോ മനസ്സുകളും ഭോഗതൃഷ്ണകളിലേക്ക് അമർന്നു പോകുന്നതിനെയാണ്. സീതകൾ ആരുടെ പിടിയിൽപ്പെട്ടു പോവല്? രാവണന്റെ പിടിയിൽപ്പെട്ടു പോവല്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊക്കെ ഏറെക്കുറെ ഇപ്പോ രാവണന്റെ പിടിയിൽപ്പെട്ട സീതയുടെ ചെറിയൊരവസ്ഥയിലായിരിക്കുന്നത്. അപ്പോ ആ മനസ്സിനെയാണ് ഇനി നമുക്ക് രക്ഷിക്കാനുള്ളത്. ഏതായാലും ആ മനസ്സിനെ രക്ഷിക്കാൻ ആദ്യം വരുന്നത് ഒരു ജടായുവാണ്. ജന്മം കഴുകനായിട്ടാണെങ്കിലും ജീവിതം കൊണ്ട് ശ്രീരാമപ്രേമത്തിലേക്കാണ് വന്നത്. ശ്രീരാമസ്വാമി പഞ്ചവടിയിലേക്ക് വരുന്ന സമയത്താണ് ജടായു വഴിയിൽ അങ്ങനെ കിടക്കുന്നത്. രാക്ഷസീയമായ ശരീരം കണ്ടപ്പോൾ ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് പറഞ്ഞു, നോക്കൂ ലക്ഷ്മണ, ഒരു രാക്ഷസൻ വഴിയിൽ കിടക്കുന്നത് എന്ന്, എടുക്കൂ അമ്പ്, അസ്ത്രം തയ്യാറാക്കിക്കൊള്ളൂ എന്ന്. ഉടനെ ജടായു പറയാണ്, അയ്യോ അരുതേ അരുതേ, കൊല്ലരുതേ, ഞാൻ ശത്രുവല്ല, ഞാൻ രാക്ഷസനല്ല, ഞാൻ നിങ്ങളുടെ അച്ഛൻ ദശരഥന്റെ സുഹൃത്താണ്, പേര് ജടായു. പിന്നീട് അവിടുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അവർ തമ്മിൽ പരിചയപ്പെടൽ. മനുഷ്യനോടെ പരിചയപ്പെടാത്തൊരു കാലം നിന്ന്. രാമായണത്തിൽ ഇവിടെ ശ്രീരാമസ്വാമി പരിചയപ്പെടുന്നത് കഴുകനോട്. രാമായണത്തിന്റെയൊക്കെ ഒരു മാധുര്യം നോക്കൂ നിങ്ങൾ. ആ കാലഘട്ടത്തിൽ ശ്രീരാമസ്വാമിക്ക് സുഹൃത്തായിട്ടൊരു കഴുകൻ പോലും ഉണ്ടായിരുന്നു. ആ കഴുകന്മാരൊക്കെ ഇന്നത്തെ കാലത്ത് സുഹൃത്തുക്കളാവുമോ? നല്ലവരെ സുഹൃത്തുക്കളില്ല. ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഏതായാലും അങ്ങനെയൊരു കഴുകൻ ശ്രീരാമസ്വാമിയോട് അച്ഛന്റെ സുഹൃത്താണെന്നും ഞാൻ സഹായിക്കാമെന്നും ഏറ്റപ്പോ ശ്രീരാമസ്വാമി പഞ്ചവടിയുടെ രക്ഷ ജടായുവിനെ ഏൽപ്പിക്കുകയാണ്. അപ്പം അതിന്റെ കഥയൊക്കെ പറയുന്നുണ്ട്, വംശപാരമ്പര്യമൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരു സഹോദരനും കൂടിയുണ്ട്, അവൻ സമ്പാദ്യം എവിടെയാണെന്നപ്പോ ഒരു വിവരമൊന്നുമില്ല എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശ്രീരാമസ്വാമി പഞ്ചവടിയിൽ താമസിക്കാൻ, അവിടെ രക്ഷ ചെയ്യാൻ അവസരം കൊടുത്തു. ഇപ്പോഴിതാ സീതാദേവി ഹാ രാമ ലക്ഷ്മണ എന്ന് പറയുമ്പോ പറന്നുയർന്നുകൊണ്ട് സീതയെ രക്ഷിക്കാൻ വേണ്ടി, വെക്കട എന്റെ സീതയെ അവിടെ, രാമന്റെ സീതയെ അപഹരിച്ച് നീ ഇങ്ങോട്ട് കൊണ്ടുപോകണോ എന്ന് പറഞ്ഞ തന്റെ ചിറകുകൊണ്ട് രഥത്തെയൊക്കെ തല്ലി തകർക്കാൻ നോക്കിയെങ്കിലും തന്റെ വജ്രായുധം കൊണ്ട് ആ കഴുകന്റെ രണ്ട് ചിറകുകളും വെട്ടിയിടാൻ രാവണന് സാധിച്ചു. പ്രിയാണ്, കഴുകൻ താഴെ വീണു. രാവണൻ സീതയെയും കൊണ്ട്, നോക്കണേ, അന്ന് സീതയെ രക്ഷിക്കാൻ ഒരു പക്ഷിയെങ്കിലും വന്നു. മനുഷ്യന് അന്ന് പ്രകൃതിയിലുണ്ടല്ലോ അത്രമാത്രം ഒരു സ്നേഹവും ഐക്യവും ഉണ്ടായിരിക്കണം. ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രജ്ഞന്മാര് പറയും, നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കും തോറും പ്രകൃതി നമ്മളെ രക്ഷിക്കും എന്നുള്ളത്. പഴയ കാലത്തുണ്ടല്ലോ ഈ ആനയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല അപകടങ്ങളിലും ആന അവരെ രക്ഷിച്ചിട്ടുണ്ട് എന്ന്. ചില കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില സിനിമകൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, പട്ടി കുട്ടികളെ രക്ഷിക്കുന്നത്, അല്ലേ, ആന രക്ഷിക്കുന്നത്. അപകടത്തിൽ പെട്ടുപോകുമ്പോ എന്തോ അവർക്കൊരു അസ്വാസ്ഥ്യം തോന്നും. ആ അസ്വാസ്ഥ്യത്തിൽ അവർ ചെന്ന് നോക്കുമ്പോ ഉണ്ടാവും അപകടത്തില്. ഏതായാലും പ്രകൃതിയെ നമ്മൾ സ്നേഹിച്ചാൽ പ്രകൃതി നമ്മളെയും സ്നേഹിക്കും എന്ന് പറയുന്നതിന്റെ പ്രതീകമാകാം സീതയെ രക്ഷിക്കാൻ ആര് വരുന്നത്? ജടായു വരുന്നത്.
ജടായു ഒരു കഴുകനാണ്. പൊതുവെ കഴുകന്മാര് മാംസം കഴിക്കുന്ന, ശവം കഴിക്കുന്ന വർഗങ്ങളാണ്. അതിന്റെ കണ്ണെപ്പോഴും മാംസത്തിലായിരിക്കും, ഇല്ലേ? ഇവിടെ ജടായു പക്ഷിയല്ല. ഇവിടെ ജടായു രാമദാസിയാണ്. അങ്ങനെയുള്ളൊരു ജടായുവിനെയാണ് നമുക്ക് ചിത്രം കാണിച്ചു തരുന്നത്. ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആരാണ് ജടായു എന്നുള്ളത്? ജടായു ജന്മം കൊണ്ട് കഴുകനും ജീവിതം കൊണ്ട് രാമദാസിയുമായി തീർന്നവൾ. പേര് തന്നെ ജടായു എന്നാണ്. ആയു ജഡത്തിലിരിക്കുന്നവൾ. പൊതുവെ എങ്ങനെയാണ് അർത്ഥം? ജഡം എന്ന് പറഞ്ഞാൽ ശരീരം, ആയു എന്ന് പറഞ്ഞാൽ പ്രാണൻ. എന്നാൽ ഇവിടുത്തെ ജടായുവിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, മരിക്കുന്ന സമയത്ത് തന്റെ പ്രാണനെ രാമനിലേക്ക് ഉയർത്തിയവളാണ്. ആര്? രാമന് വേണ്ടി ജീവിതം നയിച്ച്, രാമന് വേണ്ടി സ്വന്തം ചിറകുകൾ കരിഞ്ഞ് അല്ലെങ്കിൽ വെട്ടിമാറ്റി അവസാനം രാമനെ കണ്ട് രാമപാദത്തിൽ ശിരസ് വെച്ച് മരിക്കാൻ ഭാഗ്യം കിട്ടിയവളാണ് ജടായു, അല്ലേ? രാമായണത്തിലെ കഥ അതാണ്. ആയുവിനെ ജഡത്തിൽ നിന്നും രാമനിലേക്ക് എത്തിച്ചവൾ ജടായു. അപ്പൊ നമ്മളൊക്കെ ഉണ്ടല്ലോ ഇപ്പോ ഈ ജഡത്തിൽ ആയുവിനെ വെച്ചവരാണെന്നാ പറയുന്നത്. ജഡത്തിൽ പ്രാണനെ വെച്ചവര്, മനസ്സിനെ വെച്ചവര്, ശരീരസുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരെ ആയിരിക്കാം രാമായണം കഴുകതുല്യം കാണുന്നത് എന്ന് പറയണം. ഈ ശരീരത്തിന്റെ സുഖം തന്നെയാണ് ജീവിതം എന്ന്. അതൊരു മൃഗബുദ്ധി ആയതുകൊണ്ടായിരിക്കാം, കഴുകബുദ്ധി ആയതുകൊണ്ടായിരിക്കാം കഴുകന്റെ ഒരു രൂപം ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ എപ്പോ മനസ്സിനെ ശരീരബോധത്തിൽ നിന്നും രാമബോധത്തിലേക്ക് ഉയർത്തി രാമദാസനായി ജീവിച്ച് അവസാനം മനസ്സിനെ മരിക്കുന്നതിന് മുമ്പ് രാമനിലേക്ക് എത്തിക്കുന്നുവോ അവരാണ് ജഡത്തിൽ നിന്നും പ്രാണനെ ഉയർത്തിയവര്, ജഡത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തിയവര്. ഇവിടുത്തെ ജടായു എന്ന് പറഞ്ഞാൽ ജഡത്തിന് വേണ്ടിയല്ല ജീവിച്ചത്, ജഡത്തിൽ നിന്നും മനസ്സിനെ രാമനിലേക്ക് ഉയർത്തി ജീവിച്ചത് കൊണ്ടായിരിക്കാം രാമദാസയായ ഒരു ജടായുവിന്റെ ചിത്രം നമ്മളെ കാണിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞു, പക്ഷിക്കൊരു പ്രത്യേകത ഉണ്ട്. അതിന് ഭൂമിയിൽ വന്നിരിക്കാനും സാധിക്കും, ഭൂമിയിൽ നിന്ന് പറന്നുയരാനും സാധിക്കും. കഴുകന്മാർക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. സാധാരണ പക്ഷികളിൽ നിന്നൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? ഏറ്റവും കൂടുതൽ ഉയരത്തിലേക്ക് പറക്കാൻ സാധിക്കുന്നത് കഴുകന്മാരാണ്. ഇതുപോലെ ഭൂമിയിൽ വന്ന് വീണ ജീവജാലങ്ങളിൽ തന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ഉയർത്തി, അപ്പൊ അങ്ങനെ ഉയരത്തിലേക്ക് ഉയർന്നുയർന്ന് പോകുമ്പോഴാണ് ആരിലേക്ക് എത്തിച്ചേരുന്നത്? രാമനിലേക്ക് എത്തിച്ചേരുന്നത്. ജഡത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തി രാമനിലേക്ക് എത്തിച്ചവളാരോ, എത്തിക്കുന്നവനാരോ അവൻ ജടായു. അയാളുടെ സഹോദരന്റെ പേരും രസാണ്, സമ്പാദി എന്നാണ്. അതിനെന്ത് വേണം? സമ്പാദിക്കണം. എത്ര രസമാണ് നോക്കുക പേരുകളൊക്കെ. എന്താ സമ്പാദിക്കേണ്ടത്? നല്ല സത്സംഗ സംസ്കാരം, ആധ്യാത്മിക ചിന്തനം നാം സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധിക്കും. അപ്പൊ അനുജനാണ് ജടായു, ജ്യേഷ്ഠനാണ് സമ്പാദി. അപ്പൊ ആദ്യം സമ്പാദിക്കണം, എന്നാലേ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ആ കഥകളൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഇവര് രണ്ടുപേരും മത്സരിച്ചു എന്നും, ഒരാള് സൂര്യന്റെ കിരണങ്ങളിൽ തട്ടി അനുജൻ ചിറക് കരിയോ എന്ന് പേടിച്ച് അനുജനെ രക്ഷിക്കാൻ വേണ്ടി സമ്പാദി മുകളിൽ പറന്നപ്പോഴാണത്രേ മുകളിൽ പറന്ന സമ്പാദിയുടെ ചിറകുകൾ കരിഞ്ഞത് എന്നാണ്. അപ്പൊ ജ്യേഷ്ഠൻ സമ്പാദിയാണ്. ആദ്യം നമ്മൾ സത്സംഗ സംസ്കാരം ഉണ്ടെങ്കിലേ നമുക്ക് ജഡത്തിൽ നിന്നും മനസ്സിനെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ എന്ന ആധ്യാത്മികമായൊരു തത്വവും ഇതിൻ്റെ അകത്തുണ്ട് എന്ന് പറയണം. ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലല്ലോ മനുഷ്യനെ ഉയർത്താനുള്ള എല്ലാ കാര്യവും രാമായണത്തിലെ ഓരോ കഥകളിലും രഹസ്യമാക്കി വാൽമീകി മഹർഷി ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. നമുക്ക്
ആ ബുദ്ധിയോടുകൂടിയിട്ട് വായിക്കാൻ നമ്മൾ പഠിക്കണമെന്ന് മാത്രം. ഈ ജീവജാലങ്ങളൊക്കെ അവരോട് വർത്തമാനം പറയുന്നു. കഥകൾ പറയുമ്പോൾ ആ ഒരു കഥയിൽ മാത്രം നമ്മൾ പോകരുത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നുള്ള ആളുകൾ പ്രകൃതിയെ നല്ലവണ്ണം സ്നേഹിച്ചിരുന്നു. അവരുടെ മനസ്സിന്റെ സ്പന്ദനങ്ങൾ പ്രകൃതിയിലുള്ളവർക്കും പ്രകൃതിയിലുള്ളവരുടെ മനസ്സിന്റെ വികാര വിചാരങ്ങൾ അവർക്കും തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. കാരണം രാമായണമൊക്കെ തുടങ്ങുന്നതേ പ്രകൃതിയുടെ സ്പന്ദനത്തിന്റെ താളം തെറ്റുമ്പോഴാണല്ലോ. ഒരു പക്ഷിക്ക് മുറിവേറ്റ് വീഴുമ്പോഴാണല്ലോ ഉള്ളിൽ നിന്നും മാനിഷാദ എന്നുള്ള വാക്കുകൾ വാത്മീകി മഹർഷിയുടെ ഉള്ളിൽ ഒഴുകിയെത്തുന്നത്. അപ്പൊ പ്രകൃതിയിൽ വേദന സംഭവിക്കുമ്പോൾ ഋഷിമാരുടെ മനസ്സിനും വേദനകൾ സംഭവിച്ചിരുന്നു. ഇതൊക്കെ നമുക്ക് രാമായണത്തിന്റെ ആ ഒരു ചരിത്രത്തിലൂടെ കാണാൻ പറ്റും. ഇപ്രകാരം ആ സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ അയാളെ ചിറകൊക്കെ വെട്ടി മാറ്റി. പിന്നീട് ശ്രീരാമസ്വാമി ലക്ഷ്മണനും എന്തായാലും മാൻ മരിക്കപ്പെട്ടു. ശ്രീരാമസ്വാമി ലക്ഷ്മണനെ കാണുമ്പോ, അല്ല ലക്ഷ്മണ, ഞാൻ സീതയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിന്നോട് നോക്കാൻ പറഞ്ഞ് നീ എന്താ ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങോട്ട് ഓടിപ്പോരെ? വല്ല രാക്ഷസന്മാരും സീതയെ പിടിച്ചുകൊണ്ടുപോയിണ്ടാവില്ലേ എന്ന് ശ്രീരാമസ്വാമി ചോദിക്കുമ്പോ, ജ്യേഷ്ഠ, ഞാൻ സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്നു. സീതേ എന്നുള്ള ആ മാനിന്റെ കരച്ചിൽ കേട്ട് സീതാദേവി വിചാരിച്ചു അങ്ങയുടെ കരച്ചിലാണെന്ന്. ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങ് കരയില്ല. പക്ഷെ സീതാദേവി എന്നെ തെറ്റിദ്ധരിച്ചു. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ശ്രീരാമസ്വാമിയോട് പറഞ്ഞു. എനിക്ക് കേൾക്കാൻ പറ്റാതെ ഞാൻ ചെവി പൊത്തിക്കൊണ്ട് ഞാൻ പ്രകൃതി ദേവി രക്ഷിക്കട്ടെ, ജഗദീശ്വരി രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങോട്ട് പോകുന്നു. എന്റെ ലക്ഷ്മണ ചതിച്ചു, നമ്മളെ വഞ്ചിച്ചു, എന്റെ സീതയെ ആരോ അപഹരിച്ചു കൊണ്ടുപോയി. കൊടും ചതിയിൽ നമ്മൾ പെട്ടു. അവര് പിന്നീട് അവിടുന്ന് ഓടുകയാണ്. ശ്രീരാമസ്വാമി പർണശാലയുടെ ഉള്ളിൽ നോക്കുമ്പോ സീതയെ കാണുന്നില്ല. ഒരു നിമിഷം ശ്രീരാമസ്വാമിക്ക് കണ്ണിലൊക്കെ ഇരുട്ട് വരുന്നത് പോലെ തോന്നി. തന്റെ ഭാര്യ നഷ്ടപ്പെടുന്ന സമയത്ത് സീതേ, സീതേ, മൽപ്രിയേ, പ്രാണനാഥേ എന്നൊക്കെ വിളിക്കുന്ന ഒരു ശ്രീരാമസ്വാമി ഇടയ്ക്കൊന്ന് ശ്രീരാമസ്വാമിക്ക് ദുഃഖമൂർച്ച വരുന്നതാണ്. എന്റെ പ്രാണനാഥയായിരിക്കുന്ന സീതേ, നീ എനിക്ക് നഷ്ടപ്പെട്ടുവല്ലോ. വല്ല രാക്ഷസന്മാരും നിന്നെ പിടികൂടിയോ? വല്ലവരും നിന്നെ പിടിച്ചു കഴിച്ചോ? അതോ നീ എന്നെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചു നിൽക്കുകയാണോ? വല്ലയിടത്തും നീ രഹസ്യമായി മാറി നിൽക്കുകയാണോ? ദേവി, ഇങ്ങനെ എന്നെ കളിപ്പിക്കരുത്, എന്നെങ്ങനെ പരിഹസിക്കരുത്, വരൂ ദേവി വരൂ എന്നൊക്കെ പറഞ്ഞ് ഉറക്ക വിളിച്ച് കരയും. ആശ്രമത്തിലെവിടെയും കാണില്ല. എന്നാൽ പുറത്തൊക്കെ നോക്കാൻ പറയും, ഗുഹകളുടെ ഉള്ളിലൊക്കെ ഒളിച്ചിരിക്കുകയാണോ എന്ന്. ലക്ഷ്മണനോട് പറയും, ഗോദാവരിയിലൊന്ന് പോയി നോക്കുവോ, അവിടെ വല്ലയിടത്തും വെള്ളം കൊണ്ടുവരാൻ പോയതാണോ എന്ന്. എവിടെ നോക്കുമ്പോഴും സീതയുടെ അഡ്രസ്സില്ല. പിന്നെ പിടിച്ചു വലിച്ചതിന്റെ ലക്ഷണമൊക്കെ കാണുന്നത് കണ്ടപ്പോ കൊണ്ടുപോയി സീതയെ കൊണ്ടുപോയി, ആരോ എന്റെ സീതയെ അപഹരിച്ചു. ശ്രീരാമസ്വാമിക്ക് ഉറപ്പായി കൊണ്ടുപോയി എന്ന്. എങ്ങോട്ടാ കൊണ്ടുപോയത്, ആരാ പിടിച്ചുകൊണ്ടുപോയതെന്ന് അറിയുന്നില്ല. ഏതായാലും വള്ളികളോടും ചെടികളോടും പൂക്കളോടും, കണ്ടോ മുല്ലവള്ളി, കണ്ടോ ലില്ലി, പിച്ചകമേ, ഓരോ വൃക്ഷങ്ങളോടും കടമ്പമേ, ഓരോന്നിനോട് ചോദിച്ചു നോക്കുകയാണ്, സീതയെ കണ്ടോ, സീതയെ കണ്ടോ, സീതയെ കണ്ടോ, സീതയെ കണ്ടോ എന്ന്. അവരൊക്കെ ഇങ്ങനെ തലയെത്തി. മാൻകുട്ടികളോട് ചോദിക്കും, സീതയെ കണ്ടോ എന്ന്. അവരൊന്നും ഇല്ല 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 എന്നുള്ള ലക്ഷണം. മൃഗങ്ങളുടെ ശബ്ദത്തിലൂടെ ലക്ഷ്മണന് മനസ്സിലാവും അത്രേ തെക്ക് ഭാഗത്തേക്കാണ് ആരോ പിടിച്ചു കൊണ്ടുപോയത് എന്ന്. അപ്പൊ മൃഗങ്ങളുടെ ശബ്ദത്തിലൂടെ ശ്രീരാമസ്വാമിക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ്, ലക്ഷണം അങ്ങനെയാണ് പറയുന്നത് എന്ന്. ഏതായാലും ജ്യേഷ്ഠ, ഇങ്ങനെ കരഞ്ഞ് വശപ്പെടണ്ട, അന്വേഷിച്ചു നോക്കുക നമുക്ക് എന്ന്. അന്ന് മുതൽ ശ്രീരാമസ്വാമിയുടെ മന്ത്രം എന്തായി? സീതേ, സീതേ, സീതേ എന്ന്. ഈ ഒരു രംഗമുണ്ടല്ലോ, ഓരോ അന്തരാത്മാവിന്റെയും നൊമ്പരമാണ്, കരച്ചിലാണ്, ദുഃഖമാണ്. ഓരോരുത്തരുടെ ഉള്ളിലിരുന്നും ആത്മാവ് കരയുന്നുണ്ട് എന്ന്. എന്തിനു വേണ്ടിയിട്ട്? രാവണന്റെ കൈവളിൽപ്പെട്ടിരിക്കുന്ന സീതയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിലിരുന്ന് നമ്മുടെ ആത്മാവ് വേദന കൊണ്ട് പറയുന്നുണ്ട്, വേദന കൊണ്ട് വിളിക്കുന്നുണ്ട്, സീതയെ വരൂ, സീത നീ എവിടെയാണ്, സീത നീ എവിടെയാണ്, എന്റെ പ്രാണനാഥയാണ് നീ എന്നിലേക്ക് തന്നെ തിരിച്ചു വരൂ എന്ന്. അപ്പൊ രാവണൻ അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നുണ്ട്, എന്ത്, വേറെ എവിടെയും അല്ല സീത, എന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന്. ഇങ്ങോട്ട് വരൂ സീതയെന്ന്. സീത പറയാണ് അയാൾ വിടണ്ടേ എന്ന്.
അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പൊ സീത ഇരിക്കുന്നത്. അതായത് ആത്മീയമായി സാധന ചെയ്യുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക രാമനിലേക്കുള്ള ദൂരം എത്രയുണ്ട് എന്ന്. നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോണ്ടല്ലോ എന്തെല്ലാം തടസ്സങ്ങളുണ്ട് അങ്ങോട്ട് പോവാനുള്ളത്. 10 മിനിറ്റ് ഇരുന്ന് നാമം ചൊല്ലി നോക്കൂ, അപ്പൊ അറിയാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ ഒരു ശ്ലോകം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് എത്ര രാമന്മാരും എത്ര കൃഷ്ണന്മാരും ഒന്ന് കേറി നോക്കി പോവുള്ളില്. അതിൻ്റെ ഇടയ്ക്ക് വല്ല വാസനകളും മൂക്കിൽ തട്ടിക്കഴിഞ്ഞാൽ, പുറമേ വല്ല ശബ്ദങ്ങളും കേട്ടുകഴിഞ്ഞാൽ ആ ചിന്തകളൊക്കെ മനസ്സിൽ വരും. നിങ്ങൾ 7 മണിക്ക് വൈകുന്നേരം സീരിയൽ അപ്പുറത്ത് ആരെങ്കിലും കാണുന്നുണ്ട്, അതിന്റെ അപ്പുറത്തിരുന്ന് നിങ്ങൾ നാമം ചൊല്ലി നോക്കൂ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന്. നിങ്ങൾ നാമം ചൊല്ലുന്ന കൂട്ടത്തിൽ കണ്ണടച്ചുകൊണ്ട് ഉള്ളിൽ എന്തും കാണും? സീരിയൽ ഇടയ്ക്ക് നോക്കും, അവിടെ പെണ്ണിന്റെ കരച്ചിൽ കേട്ട് ഹരേ രാമ 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 പാവം ഹരേ കൃഷ്ണ 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 ഹരേ. ഇങ്ങനെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പതറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അമ്പലങ്ങളിലൊക്കെ പോകുമ്പോണ്ടല്ലോ എളുപ്പമെന്നാ വിചാരിച്ചത്, എന്തെല്ലാം ചിന്തകളാണ് മനസ്സിലേക്ക് കടന്നു പോകുന്നത്. ഇനി ഗുരുവായൂരപ്പനെ കാണുമ്പോഴോ അത് അതിലും രസ. ആ വിഗ്രഹത്തെ കാണുന്ന സമയത്ത് ഗുരുവായൂരപ്പാന്ന്, ഓ പുതിയ ചെയിന് കിട്ടിയിട്ടുണ്ടല്ലോ ഗുരുവായൂരപ്പന്, ആരോ കൊടുത്തതെന്ന്.